ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മൂവി കണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ട്രെയിലർ കണ്ട് നിനക്ക് എന്താ തോന്നുന്നത്? ഈ സിനിമ എങ്ങനെയായിരിക്കും? അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ വന്നു. ലാസ്റ്റ് ഇറങ്ങിയ ഹൃദയം വരെയുള്ള സിനിമകൾ വന്നു. എല്ലാം മികച്ച സൂപ്പർ ഹിറ്റ്സും ബ്ലോക്ക് ബസ്റ്ററൊക്കെയാണ്. പക്ഷേ ഈ സിനിമ നിനക്ക് ഈ ട്രെയിലർ കണ്ട് എന്താ തോന്നുന്നത്? ഞാനൊരു പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ സിനിമ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷനോ ഒന്നുമില്ലാണ്ട് തന്നെയാണ് പോകുന്നത്. നോർമലി എല്ലാ സിനിമകളും അങ്ങനെയാണ്. പക്ഷേ വിനീത് ശ്രീനിവാസൻ്റെ സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത് വലിയൊരു ഫാനാണ്. അതിൻ്റെ സിനിമകളും പാട്ടിൻ്റെയൊക്കെ വലിയൊരു ഫാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ സിനിമ പോയി കാണുക, അവിടെ കിടന്നു എൻജോയ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാജിക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സംഭവം അദ്ദേഹം ആ സിനിമയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് എൻജോയ് ചെയ്യുക, അത് ആസ്വദിക്കുക, തിരിച്ചു വരിക. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് പ്രണവ് കോംബോ ആണ് ഫസ്റ്റ് ഹാഫ് ഉടനീളം വരുന്നത്. അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവർ സിനിമയിൽ എത്തിപ്പെടാൻ നേരിടുന്ന സ്ട്രഗിൾ, അവർ ചെന്നൈയിൽ എത്തിപ്പെടുകയും അവർ ആ സിനിമയിലോട്ട് എങ്ങനെ കയറി പറ്റാനുള്ള സ്ട്രഗിൾ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിലൊരാൾ രക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം അത്രയും സ്പോയിലർ ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ അങ്ങനെയാണ് സിനിമ മൊത്തത്തിൽ പോയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു സംഭവങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇമോഷണലി ധ്യാൻ ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. കാരണം ധ്യാനിൻ്റെ കരിയറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രണവിൻ്റെ കാര്യത്തിൽ പ്രണവ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം പ്രണവ് അതുപോലെ കല്യാണിയുടെ ഒക്കെ ഒരു കോംബോ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഒരുപടി മുകളിൽ ഫസ്റ്റ് ഹാഫിൽ നിൽക്കുന്ന ധ്യാനാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ എൻറ്റയർലി സിനിമ മാറി. കാര്യം ഞാൻ ഈ സിനിമയുടെ ഇൻ്റർവെൽ സമയത്ത്, ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ഒരു രീതി ഞാൻ ചിന്തിച്ചു, ഇത് ഇത്രയും മതിയാവുമോ ഈ ഒരു സിനിമയ്ക്ക്? കാര്യം പെർഫോമൻസ് വൈസ് എല്ലാവരും ഓക്കെയാണ്, പക്ഷേ സിനിമയ്ക്ക് ഇത് മതിയാവില്ല. ഒരു ഗിയർ ചേഞ്ച് അത്യാവശ്യമാണ് എന്ന് എനിക്ക് ഇൻ്റർവെൽ സമയത്ത് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവെൽ കഴിഞ്ഞ ശേഷം സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ചിരിയുടെ മേളം എന്ന് തന്നെ പറയണം. കാര്യം എൻ്റെ തിയേറ്ററിന് അടുത്തിരുന്ന് എൻ്റെ സീറ്റിലേക്ക് അടുത്തിരുന്ന ഒരാൾ എനിക്ക് ചിരിച്ചിട്ട് എൻ്റെ കയ്യിലൊക്കെ അടിക്കുകയും കുത്തുകയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് കുറച്ച് ദേഷ്യം വന്നു. എങ്കിൽ പോലും അത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാരെന്നുള്ളതാണ്. അത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് സിനിമ കണ്ടിട്ടുള്ളത്. എൻറ്റയർലി ആ സിനിമയുടെ ഒരു ഗിയർ ചേഞ്ച് ചെയ്ത് ലിഫ്റ്റ് ചെയ്തു. അതിന് ഒരുപാട് പേരുടെ കാര്യം പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ വിനീത് ശ്രീനിവാസിൻ്റെ ആയാലും ധ്യാൻ്റെ ആയാലും ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ ആൾക്കാരെ പിടികിട്ടി കാണും. ബേസിൽ ജോസഫ്, അജു വർഗീസ്, നീരജ് മാധവ്. ഇനി ഇതിനൊക്കെ പുറമെ ഈ സിനിമയെ ടോപ്പ് ഗിയറിൽ എത്തിച്ച മറ്റൊരു വ്യക്തി, നിവിൻ പോളി. കാര്യം അദ്ദേഹത്തിൻ്റെ കരിയർ വൈസ് നമുക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഒരുപാട് പരാജയങ്ങളൊക്കെ സംഭവിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ നിവിൻ ഈസ് ബാക്ക്. ഇതിൽ അദ്ദേഹത്തിൻ്റെ സീനൊക്കെ കണ്ടുകേട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു നിവിനെയാണ് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ചത്. നിവിൻ പോളിയുടെ എനിക്ക് കരിയറൊക്കെ നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളാണ് നമ്മൾ പ്രേമം, അതേപോലെ ആക്ഷൻ ഹീറോ ബിജു. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മിസ് ചെയ്തിരുന്നു. പക്ഷെ അതിനുള്ളതെല്ലാം നമുക്ക് ആ മിസ് ചെയ്ത സമയങ്ങൾക്കുള്ളതെല്ലാം ഈ സിനിമയിലൂടെ നമുക്ക് തിരിച്ച് കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ കാണിക്കുന്ന ഓരോ എല്ലാ സീനും അദ്ദേഹത്തിൻ്റെ കോമഡി ലെവൽ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം തന്നെയാണ്. നമുക്കത് ഇപ്പോൾ നമ്മുടെ നിവിൻ തന്നെ വിനീത് ശ്രീനിവാസൻ തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, നിവിൻ്റെ ആ ഒരു കോമഡി പരിപാടികളൊക്കെ വേറൊരാൾക്കും ഇല്ല. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് എവിടെയോ അദ്ദേഹത്തിന് അത് മിസ്സായി. പക്ഷേ അത് വിനീത് ശ്രീനിവാസൻ്റെ കയ്യിലെത്തി, ആളെ കൈ കിട്ടി, പടം വേറെ ലെവലിലെത്തിച്ചു. കാരണം ഇതാണ് നമ്മൾ ചേരേണ്ടവർ ചേർന്ന് കഴിഞ്ഞാൽ അത് സിനിമയിൽ അത് കാണും. ഇനി സിനിമയിലെ മ്യൂസിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോംബെ ജയശ്രീ മാഡത്തിൻ്റെ മകനാണ് അമൃതാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം എല്ലാ സോങ്സും, എസ്പെഷ്യലി ഞാൻ 1-2 സോങ്സ് പറയണം. മധുപകൽ എന്നുള്ള സോങ്സ്, ജ്ഞാപകം എന്നുള്ള സോങ്സ്, ഇതെല്ലാം തിയേറ്ററിൽ മികച്ച ഒരു അനുഭവം തന്നെയായിരുന്നു. നല്ല രീതിയിൽ തന്നെ എനിക്കത് നമ്മുടെ ഹെഡ്ഫോണോ ഒന്നും ഇട്ടിട്ടൊന്നും കേൾക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ വളരെയധികം ഇഷ്ടമായി അപ്പോൾ എന്തായാലും വിഷു ആണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്തായാലും വിഷു അല്ലേ, ഒരുപാട് എല്ലാവർക്കും എൻജോയ് ചെയ്യാനും കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച സിനിമ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്തായാലും വീക്കെൻഡ് കാര്യങ്ങളൊന്നും ഇനി ഇതിനകത്ത് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമല്ല, ഒരു മികച്ച അനുഭവം തന്നെയായിരിക്കും സിനിമ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എൻറ്റയർ ടീം ഓഫ് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, bye.